അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ ഒരു ദമ്പതികളെ കാണാതായി എന്നുള്ളൊരു വിവരം നമ്മളൊക്കെ വാർത്തകളിൽ കേൾക്കുന്നത്. ഈ വിവരം നാട്ടുകാരെ അറിയിക്കുന്നത് ഇവരുടെ മക്കൾ തന്നെയാണ്. ജോലിക്ക് പോയ ഉമ്മയെയും ഉപ്പയെയും കാണാനില്ല എന്ന്. അങ്ങനെയാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. 2 ദിവസമായി പോലീസ് വലിയൊരു അന്വേഷണത്തിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലഭിച്ച ആ ഒരു വാർത്ത നമ്മളെ ഏറെ വേദനിപ്പിക്കുകയാണ്. ഇതുവരെ കാണാതായി എന്ന് കരുതിയ ഈ ദമ്പതികളിൽ ആ ഒരു സ്ത്രീയുടെ മയ്യത്ത് കിട്ടിയിട്ടുണ്ട്. വല്ലാതെ വേദനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. ആ ഒരു പാവം സ്ത്രീയുടെ മയ്യത്ത് കിട്ടിയിരിക്കുന്നത് ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു. നിങ്ങളിത് മുഴുവനായി കേൾക്കണം. ഒരു കുടുംബത്തിൽ നടന്ന സംഭവമാണ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. ഒരു പെണ്ണിൻ്റെ ജീവിതം. ഒരു പെണ്ണ് എന്തൊക്കെ അനുഭവിക്കണം, അതും പാവം പോലെയുള്ള പെണ്ണായാൽ എന്തുമാകാമല്ലോ എന്ന് കരുതി നിൽക്കുന്ന ഭർത്താക്കന്മാർ അവരുടെ മേലിൽ കുതിര കയറുകയാണ്. ആ ഒരു പെണ്ണിൻ്റെ വേദനിപ്പിക്കുന്ന ജീവിതത്തിലേക്കാണ് എനിക്ക് നിങ്ങളെ കൊണ്ടുപോകാനുള്ളത്. ഒരാൾ മരണപ്പെട്ടാൽ അവർ മരണപ്പെട്ടു എന്ന് മാത്രമേ നമുക്കറിയൂ. അവരുടെ കുടുംബത്തിൽ ചെന്ന് നോക്കിയാൽ അറിയാം അവരനുഭവിച്ച വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും. ഇതുവരെ നല്ല രീതിയിൽ ജീവിച്ച ആ ഒരു പെണ്ണ് അവളുടെ കല്യാണത്തിന് ശേഷം ഒരു കുടുംബത്തിൻ്റെ ഭാരം മുഴുവനും ഏറ്റെടുക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. എന്താണ് സംഭവം? ഒന്നും നോക്കാതെ മക്കളെ കെട്ടിച്ചയക്കുന്ന ഓരോ മാതാപിതാക്കളും ഇത് ശ്രദ്ധിക്കണം. ശ്രദ്ധയിൽപ്പെടുത്താനാണ്. മനസ്സിലാവില്ല ഇന്നത്തെ കള്ളും കഞ്ചാവും മയക്കുമരുന്നും അതവർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് തിരിയില്ല. അയാൾ ഇതിനൊക്കെ അടിമയായിരുന്നു. നന്നായി വെള്ളമടിക്കുമായിരുന്നു. അതും പോരാതെ കഞ്ചാവും മയക്കുമരുന്നും ഇയാളുടെ ഹോബിയായിരുന്നു. അയാൾ ജോലിക്ക് പോകുമായിരുന്നു. പുഴയിൽ വലയിട്ട് മീൻ പിടിക്കലാണ് അയാളുടെ ജോലി. ആ മീൻ വിറ്റ് കിട്ടുന്ന കാശ് മുഴുവൻ ഇയാൾ കുടിച്ചും വലിച്ചും കഞ്ചാവടിച്ചും മയക്കുമരുന്നടിച്ചും എല്ലാം തീർത്തിയതിന് ശേഷമാണ് കുടുംബത്തിലേക്ക് വരിക. ആ പാവം പെണ്ണെന്ത് പിഴച്ചു? 2 പൊന്നുപോലുള്ള മക്കളുണ്ട്. കല്യാണത്തിന് ശേഷം ആ പെണ്ണ് എല്ലും തോലുമായി പോവുകയാണ്. ഇവരൊക്കെ തീറ്റിപ്പോറ്റുന്നത് ആ പാവം പെണ്ണാണ്. അയൽവക്കത്തെ വീട്ടിൽ അടിച്ചുവാരിയും പണിയെടുത്തും കിട്ടുന്ന പൈസക്കാണ് ആ പെണ്ണ് ഭർത്താവിനെയും മക്കളെയും തീറ്റിപ്പോറ്റിയത്. ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ്. ഒരു പെണ്ണ് ഇനി എന്തൊക്കെ അനുഭവിക്കണം? ഒരു പെണ്ണ് ഇവിടെ അനുഭവിക്കാവുന്നതിൽ കൂടുതൽ ആ പെണ്ണിവിടെ അനുഭവിച്ചു കഴിഞ്ഞു. ആ പെണ്ണിൻ്റെ കോലം കണ്ടാൽ തന്നെ നമുക്കറിയാം. തിന്നാതെയും ഉറങ്ങാതെയും വല്ലാത്തൊരു കോലത്തിലായിരിക്കുന്നു ആ പാവം പെണ്ണ്. പ്രിയപ്പെട്ടവരെ, ചില പെണ്ണങ്ങനെയാണ്. എത്ര വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ആരോടും ഒന്നും പറയില്ല. ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് വെച്ച് ആ മക്കൾക്ക് വേണ്ടി സഹിച്ചും പുറത്തും ഇങ്ങനെ ജീവിക്കും. ഇതാണ് ഒരു പെണ്ണിൻ്റെ ക്ഷമ എന്ന് പറയുന്നത്. പാവം പെണ്ണായതുകൊണ്ടാണ് ഇങ്ങനെ. ഇന്നത്തെ ചില പെണ്ണിൻ്റെ കാര്യമെടുത്ത് നോക്കിയാൽ അവൻ്റെ കൊട്ട് കിട്ടില്ല. ആ കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നായിരുന്നു ആ പെണ്ണ് ചിന്തിച്ചത്. എന്നിട്ടും ആ പെണ്ണിൻ്റെ ഗതിയൊന്ന് നിങ്ങൾ നോക്കിയേ. 2 മക്കളുടെ ഉമ്മയാണ് ഈ ചാക്കിൽ കിടക്കുന്നത്. ഇവൻ്റെ ഉപദ്രവത്തിനൊക്കെ സാക്ഷിയായിരിക്കുന്നത് അവരുടെ ആ 2 സ്വന്തം മക്കൾ തന്നെ. പിന്നെ അയൽവാസികളും. അയൽവാസി പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇയാൾ പണിയെടുത്ത് കിട്ടുന്ന കാശിന് ഇയാൾ തന്നെ ദൂർത്തടിച്ച് ജീവിക്കും. അതിനുശേഷം വീട്ടിലെത്തി ആ പാവം പെണ്ണിനെ പൊതിരെ തല്ലായിരുന്നു അത്രേ. ദേഹോപദ്രവം എന്ന് വെച്ചാൽ അത്രക്ക് ഭയങ്കരമായ ദേഹോപദ്രവമായിരുന്നു അത്രേ. സഹിക്കാൻ പറ്റാതെയാകുമ്പോൾ ആ പെണ്ണ് അയൽവക്കത്തെ വീട്ടിൽ ഓടിച്ചെല്ലുമത്രേ. അയൽവാസികൾ പറയുന്നത് അടിച്ചും തൊഴിച്ചും ആ പെണ്ണിൻ്റെ ശരീരത്തിലാകെ പാടുകളാണത്രേ. ആ പെണ്ണിൻ്റെ മുടി പിടിച്ച് മുഖത്തടിച്ച് മുടി മുറിച്ച് എങ്ങനെയെല്ലാം ഒരു പെണ്ണിനെ ഉപദ്രവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ആ പെണ്ണിനെ ചെയ്തിട്ടുണ്ടായിരുന്നു അത്രേ. ഒരു പെണ്ണിന് ഇത്രയധികം ക്ഷമയുണ്ടോ എന്ന് നമ്മളൊക്കെ ചിന്തിച്ചു പോകും. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ആ ഒരു സമയത്ത് മാത്രമേ ആ പെണ്ണിന് ദേഷ്യമുണ്ടായിരുന്നുള്ളൂ ഭർത്താവിനോട്. പിന്നെ സ്നേഹം തന്നെയാണ്. അതുകൊണ്ടാണ് അയാൾ വിളിച്ചപ്പോൾ ആ പെണ്ണ് ഇറങ്ങിച്ചെന്നത്. അന്ന് ഭർത്താവ് ഹുസൈൻ പുലർച്ചെയായിരുന്നു വീട്ടിലെത്തിയത്. തൻ്റെ വലയിൽ മീൻ കുടുങ്ങിയിട്ടുണ്ടെന്നും എന്നെ സഹായിക്കാൻ വരണമെന്നും ഭാര്യയെ വിളിക്കുകയാണ്. ഏറെ സന്തോഷത്തോടെ ആ പെണ്ണ് ഓടിച്ചെല്ലുകയാണ് ഭർത്താവിൻ്റെ കൂടെ. എന്നിട്ടും ആ പെണ്ണിന് ഭർത്താവിന് വിശ്വാസമാണ്. എന്നിട്ടും അവൻ ചെയ്തത് എങ്ങനെ ഇതുപോലുള്ള ഭർത്താക്കന്മാരെ നമ്മൾ വിശ്വസിക്കും? എങ്ങനെ വിശ്വസിച്ച് അവരുടെ കൂടെ കിടക്കും എന്ന് ഓരോ പെണ്ണിനെയും ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് ഓരോ കുടുംബജീവിതവും മുന്നോട്ട് പോകുന്നത്. ചില പെണ്ണൊന്നും ഇന്ന് വിവാഹമേ വേണ്ടെന്ന് വെക്കുന്നത് ഇതുപോലുള്ള വാർത്തകൾ കേട്ടിട്ടായിരിക്കും. നമ്മൾ മാതാപിതാക്കൾ ഇനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇവരെ മനസ്സിലാക്കാൻ എന്താണ് എളുപ്പവഴി? ഇതിന് തക്കതായൊരു മറുപടി എനിക്കില്ല. നമ്മുടെ മക്കളെ എങ്ങനെ നമ്മൾ വിശ്വസിച്ച് ഒരാൾക്ക് ഏൽപ്പിക്കും? കാണാൻ നല്ല സുന്ദരനായിരിക്കും, നല്ല ജോലിയായിരിക്കും. ജോലി എന്താണെന്ന് ചോദിച്ചാൽ ബിസിനസ്സാണെന്ന് പറയും. കുടുംബത്തിന് പോലും അറിയുണ്ടാവില്ല ആ ചെറുക്കൻ ഇത് ഉപയോഗിക്കുന്നത്. അത്രക്ക് എളുപ്പമാണ് ഇതൊക്കെ ഉപയോഗിക്കാൻ. കള്ളും കഞ്ചാവും പോലെയല്ല. ഇത് വിൽക്കാനും ഇത് ഉപയോഗിക്കാനും എളുപ്പമുള്ള സാധനമാണ്. ഒരു വിരൽ തുമ്പത്തല്ലേ ഉള്ളൂ ആ ഒരു സാധനം.
അതിനാണ് ലക്ഷങ്ങൾ. അങ്ങനെ തൻ്റെ വലയിൽ മീൻ കുടുങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞാണ് ഭാര്യ ഫൗസിയെയും കൂട്ടി ഹുസൈൻ പുഴക്കടവിലേക്ക് ചെന്നത്. മക്കൾ ഉണർന്നപ്പോൾ ഉമ്മയെയും ഉപ്പയെയും കാണാനില്ല. ഏറെ സമയമായിട്ടും കാണാതായപ്പോൾ നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. നാട്ടുകാരും പലയിടത്തും അന്വേഷിച്ചു. അന്നേ ദിവസം ജോലിക്ക് പോയതെന്നായിരുന്നു മക്കൾ കരുതിയിരുന്നത്. അങ്ങനെ ഒരു ദിവസം കാണാത്തതിനെ തുടർന്നാണ് അന്വേഷണം ശക്തമാക്കിയത്. ദമ്പതികളെ കാണുന്നില്ല എന്നുള്ള വിവരമാണ് നമ്മളൊക്കെ ന്യൂസിൽ കേട്ടത്. പക്ഷെ ഇന്ന് കേട്ട വാർത്ത നമുക്കൊക്കെ സഹിക്കാവുന്നതിലും അപ്പുറമാണ് പ്രിയപ്പെട്ടവരെ. പടച്ചറബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷം പടച്ചറബ്ബ് കൊടുക്കുമാറാകട്ടെ. ഇതുപോലുള്ള ചിന്തയിൽ നിന്നും പടച്ചറബ്ബ് നമ്മളെയൊക്കെ കാക്കട്ടെ. ഇതുപോലുള്ള മുസീബത്തിൽ നിന്നും കാക്കട്ടെ. ഏറെ ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. പോലീസും നാട്ടുകാരും സംശയിക്കുന്നത് ഇങ്ങനെയായിരുന്നു. ശക്തമായ അന്വേഷണത്തിനൊടുവിലാണ് പടിഞ്ഞാറേക്കര ബോട്ട് ചട്ടിക്ക് സമീപത്തുള്ള ആ ഒരു പുഴയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ ആ ഒരു മയ്യത്ത് കണ്ടെത്തുന്നത്. അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്കാണ് ഇത് കിട്ടുന്നത്. കഴുത്ത് ഞെരിച്ചാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിലുണ്ട്. മയ്യത്ത് കല്ലുകളോടൊപ്പം ചാക്കിൽ കെട്ടി പുഴയിൽ താഴ്ത്തുകയായിരുന്നു. അങ്ങനെയാണ് അന്വേഷണത്തിനൊടുവിൽ കിട്ടിയ സൂചന. ഈ സംഭവത്തിന് മുമ്പ് ഇവർ തമ്മിൽ അതിരൂക്ഷമായ അടിയും പിടിയും വഴക്കും ഉണ്ടായിരുന്നു അത്രേ. സമീപവാസികൾ പറയുന്നത് ഇങ്ങനെയാണ്. അതിനെ അടിച്ച് തമർത്തിയിട്ടും മുടി മുറിച്ച് താഴെ കുറയിട്ട് അതിൻ്റെ കാലിൻ്റെ അവിടെ ഇരുമ്പിൻ്റെ ഇതുകൊണ്ട് അടിച്ചിട്ട് വീർത്തിട്ട് നമ്മളോടിക്കാണ് വന്നിട്ട് കെടുക്കലൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ് നടക്കുന്നത്. ഈ കുട്ടികൾ ദുരിതമാണ്, ഓളും ദുരിതടിക്കുന്നത്. ഇവ ഇങ്ങോട്ട് വരിക, നയിച്ച 10 പൈസ കൊടുക്കൂല. ഇത് എവിടെയെങ്കിലും അടിച്ചു വരാനും പണിക്കും പോവുക. എന്നിട്ട് അവരെ യാ അല്ലാഹ്, കേട്ടിട്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കാണാതായ ഉമ്മയെ മക്കൾക്ക് കിട്ടുന്നത് ഇതുപോലെ ചാക്കിലാക്കിയ നിലയിലായിരുന്നു. ആ മക്കളുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവർക്കിനി ആരാണുള്ളത്? പടച്ചറബ്ബ് അവരെ സംരക്ഷിക്കുമാറാകട്ടെ. ഉമ്മയെ കിട്ടി, ഉപ്പയെവിടെ? ഇതൊക്കെ ചെയ്തതിന് ശേഷം അയാൾ ഒളിവിൽ പോവുകയായിരുന്നു. അങ്ങനെ നമ്മുടെ പോലീസിന്റെ ശക്തമായ അന്വേഷണത്തിനൊടുവിൽ അയാൾ എവിടേക്കോ ബസ്സിൽ പോവുകയായിരുന്നു. അങ്ങനെ ബസ്സിൽ നിന്നുമാണ് അയാളെ പിടികൂടുന്നത്. നാട്ടുകാരുടെ കയ്യിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. സുരക്ഷിതമായി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. നാട്ടുകാർ പോലീസിനോട് കേണപേക്ഷിച്ചു, ഒരു തല്ല് നമ്മൾ കൊടുക്കട്ടെ എന്ന്. സമ്മതിച്ചില്ല. ഭയങ്കരമായ പ്രൊട്ടക്ഷനായിരുന്നു, സംരക്ഷണമായിരുന്നു ആ ഒരു കൊലയാളിക്ക്. നമ്മൾ ഈ സംഭവം പറയുന്നത് വാർത്തയുമായി ബന്ധപ്പെട്ടാണ്. ഇതിൻ്റെ അന്വേഷണം പൂർത്തിയാകുമ്പോഴാണ് ഈ ഒരു സംഭവത്തിൻ്റെ യഥാർത്ഥ ചിത്രം പുറത്തു വരികയുള്ളൂ. പോലീസ് അന്വേഷിക്കുകയാണ്. ഇതിങ്ങനെ തുടരെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒന്നിനും ഭയമില്ലാതായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെല്ലാവരും ഈ ഒരു പാവം പെണ്ണിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. പാവം പെണ്ണ് എല്ലാം സഹിച്ച് എങ്ങനെയെങ്കിലും ഈ ഒരു നരക ജീവിതം ജീവിക്കാമെന്ന് വെച്ചതാ. പക്ഷേ അവൻ സമ്മതിച്ചില്ല. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, എല്ലാം നിനക്കറിയാലോ റബ്ബേ. ഫൗസിയ എന്ന ഈ ഒരു സഹോദരി നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. അവർക്ക് നീ ഷഹീദിൻ്റെ പ്രതിഫലം നീ നൽകണേ റബ്ബേ. ഒരുപാട് കഷ്ടപ്പെട്ടതാണ് റബ്ബേ. എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ റബ്ബേ, ആ പെണ്ണിന് നീ നീതി കൊടുക്കണേ റബ്ബേ. സ്വർഗത്തിലൊരിടം ആ പെണ്ണിന് നീ നൽകണേ റബ്ബേ. ഒരുപാട് സഹിച്ചും പുറത്തും ജീവിച്ചതാണ് റബ്ബേ. ആ പെണ്ണിനെ നീ കൈവിടല്ലേ റബ്ബേ. സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണമേ റബ്ബേ. ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ആ ഒരു സഹോദരിക്ക് 2 മക്കളുണ്ട് റബ്ബേ. ആ 2 പൊന്നു മക്കളെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബേ. നാളെ ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ അവർക്ക് ഉണ്ടാക്കല്ലേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള അവസ്ഥയിൽ നിന്നും നമ്മുടെ സഹോദരികളെ നീ രക്ഷിക്കണേ റബ്ബേ. നമ്മുടെ മക്കളെ നീ രക്ഷിക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നീ നല്ലൊരു ജീവിതം കൊടുക്കണേ റബ്ബേ. നല്ല ബുദ്ധി നീ തോന്നിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള മുസീബത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. കേൾക്കാൻ വയ്യ റബ്ബേ, സഹിക്കാൻ വയ്യ റബ്ബേ. കാരുണ്യവാനായ റബ്ബേ, കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ എല്ലാവരും ഈ പാവം സ്ത്രീക്ക് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.